ശ്രീ മഹാദേവ്യേ നമഃ. ഇന്ന് നമ്മുടെ 10ാമത്തെ ക്ലാസ്സാണ്. 77ാമത്തെ നാമം മുതലാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. നാമം 77. കാമേശ്വര മുഖാലോക കൽപ്പിത ശ്രീഗണേശ്വര. ഓം കാമേശ്വര മുഖാലോക കൽപ്പിത ശ്രീഗണേശ്വരായൈ നമഃ. നാമത്തിൻ്റെ പദം പിരിക്കാം. കാമേശ്വര അധികം മുഖ അധികം ആലോക അധികം കൽപ്പിത അധികം ശ്രീഗണേശ്വര. കാമേശ്വര എന്നാൽ കാമേശ്വരനായ മഹാദേവൻ. മുഖ അധികം ആലോക എന്നു പറഞ്ഞാൽ മുഖത്തെ നോക്കുകയാൽ. കൽപ്പിത എന്നാൽ നിർമ്മിക്കപ്പെട്ട അല്ലെങ്കിൽ ഉണ്ടാക്കപ്പെട്ട. ശ്രീ ഗണേശ്വര എന്നു പറഞ്ഞാൽ ശ്രീ ഗണേശ്വരനോട് കൂടിയവൾ. നാമത്തിൻ്റെ അർത്ഥം നോക്കാം. കാമേശ്വരൻ്റെ മുഖത്തേക്ക് നോക്കുകയാൽ നിർമ്മിക്കപ്പെട്ട എന്ന് വെച്ചാൽ ഉണ്ടായ ശ്രീ ഗണേശ്വരനോട് കൂടിയവൾ, അതായത് ശ്രീ മഹാഗണപതിയോട് കൂടിയവൾ. ലളിതാദേവിയുടെ സൈന്യം ഭണ്ഡാസുരനുമായി യുദ്ധം നടന്നുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടായ ഒരു സംഭവത്തെ ആസ്പദമാക്കിയാണ് ഈ നാമമുണ്ടായത്. ബാലാദേവിയുമായുള്ള യുദ്ധത്തിൽ പുത്രന്മാരെല്ലാം നഷ്ടമായപ്പോൾ സംഭവിച്ച കുലനാശത്തെക്കുറിച്ച് ചിന്തിച്ച് ശോകാഗ്നിയിൽ എരിയുന്നവനായി ഭണ്ഡാസുരൻ വിലപിച്ചു. എന്നിട്ട് തൻ്റെ സഹോദരനായ വിശുക്രൻ എന്ന മഹാസുരനോട് മായ കൊണ്ട് ഉടൽ മറച്ചു ചെന്ന് ശത്രുസങ്കേതത്തിൽ, അതായത് ദേവിയുടെ സൈന്യസങ്കേതത്തിൽ ജയവിഘ്നം എന്ന മഹായന്ത്രം സ്ഥാപിക്കാൻ ആവശ്യപ്പെട്ടു. ലളിതോപാഖ്യാനത്തിൽ 23-ാം അധ്യായത്തിൽ 25-ാമത്തെ ശ്ലോകത്തിൽ ഇപ്രകാരം പറയുന്നു: വിശുക്ര ഭവതാ ഗത്വാ മായാന്തർഹിത വർഷ്മണ ജയവിഘ്ന മഹായന്ത്രം കർത്തവ്യം കടകേ ദ്വിഷാം. ഭണ്ഡാസുരൻ്റെ നിർദ്ദേശപ്രകാരം മായ പ്രയോഗിച്ച് വിശുക്രൻ ശക്തി സൈന്യത്തിൽ ഈ ജയവിഘ്നമെന്ന യന്ത്രം നിക്ഷേപിച്ചു. ലളിതാദേവിയുടെ സൈന്യം ആലസ്യം ബാധിച്ചവരായി. അലസ, കൃപണ, ദീന, നിദ്ര, തരു, പ്രമീള, ക്ലീബ, നിരഹങ്കാര എന്നീ നീചമൂർത്തികളാണ് ബാധിച്ചത്. അവർ, അതായത് ദേവിയുടെ ശക്തിസേന, ആയുധങ്ങൾ ഉപേക്ഷിച്ച് പ്രവൃത്തികളിൽ താൽപ്പര്യമില്ലാതെ അലസരായി മാറി. ഇതറിഞ്ഞ ദേവി കാമേശ്വരൻ്റെ മുഖത്ത് ദത്തസൃഷ്ടിയായി മന്ദഹസിച്ചു. ആ പുഞ്ചിരിയിൽ നിന്ന് മുഖം ഗജാകൃതിയോട് കൂടിയവനായ ശ്രീ മഹാഗണപതി അവതരിച്ചു. ദേവിയുടെ ആശീർവാദത്തോടുകൂടി ഗണേശൻ വിഘ്നയന്ത്രത്തെ പൂർണ്ണമായും നശിപ്പിച്ചു. തൻ്റെ വജ്രം പോലെ കൂർത്ത കൊമ്പുകൾ കൊണ്ട് വിഘ്നയന്ത്രം എഴുതിയ ശിലയെ പൊടിയാക്കി ആകാശത്തേക്ക് വലിച്ചെറിഞ്ഞു. ഇനി നാമം 78. മഹാഗണേശ നിർഭിന്ന വിഘ്നയന്ത്ര പ്രഹർഷിത. ഓം മഹാഗണേശ നിർഭിന്ന വിഘ്നയന്ത്ര പ്രഹർഷിതായൈ നമഃ. ഇതിൻ്റെ പദം പിരിച്ചു പറയാം. മഹാഗണേശ അധികം നിർഭിന്ന അധികം വിഘ്നയന്ത്ര അധികം പ്രഹർഷിത. അർത്ഥം നോക്കാം. മഹാഗണേശ എന്നു പറഞ്ഞാൽ മഹാഗണേശനാൽ, നിർഭിന്ന എന്നു പറഞ്ഞാൽ നിശേഷം തകർക്കപ്പെട്ട, വിഘ്നയന്ത്ര എന്ന് പറഞ്ഞാൽ വിഘ്നയന്ത്രത്തെ കണ്ട്, പ്രഹർഷിത എന്നാൽ സന്തോഷവതിയായവൾ. നാമത്തിൻ്റെ അർത്ഥം: മഹാഗണപതിയാൽ നിശേഷം തകർക്കപ്പെട്ട വിഘ്നയന്ത്രത്തെ കണ്ട് സന്തോഷവതിയായവൾ. ഇതാണ് ഈ നാമത്തിൻ്റെ അർത്ഥം. ഭണ്ഡാസുരനുമായി ലളിതാദേവി നടത്തിയ യുദ്ധത്തിൻ്റെ ഒരു ഘട്ടത്തിലേക്കാണ് ഈ നാമവും 77ാമത്തെ നാമവും സൂചന നൽകുന്നത്. വിശുക്രൻ വിക്ഷേപിച്ച വിഘ്നയന്ത്രത്താൽ
ലളിതാദേവിയുടെ സൈന്യം നിർവീര്യമായപ്പോൾ ദേവിയുടെ മന്ദഹാസത്താൽ ജന്മം കൊണ്ട മഹാഗണപതി ദേവിയുടെ ആശീർവാദത്തോടെ വിഘ്നയന്ത്രത്തെ നശിപ്പിക്കാനായി പുറപ്പെട്ടു. തൻ്റെ കൊമ്പുകൊണ്ടുള്ള പ്രഹരങ്ങളാൽ വിഘ്നയന്ത്രത്തെ ചൂർണമാക്കി ആകാശത്തേക്ക് വലിച്ചെറിഞ്ഞു. വിഘ്നയന്ത്രം നശിച്ചതോടുകൂടി ശക്തിസേനകൾ ആലസ്യം നീങ്ങി യുദ്ധസന്നദ്ധരായി. വിശുക്രൻ സ്ഥാപിച്ച വിഘ്നയന്ത്രം ജീവാത്മാവിൻ്റെ ജ്ഞാനശക്തിക്ക് തടസ്സമുണ്ടാക്കുന്ന വാസനാശക്തികളാണെന്നും അവയെ നശിപ്പിക്കുന്ന മഹാഗണപതി ചിത്തത്തിലുണ്ടാകുന്ന ആത്മപ്രതിപത്തിയുടെ ദൃഢതയാണെന്നും വിഘ്നയന്ത്രം നശിച്ചപ്പോൾ ദേവിക്കുണ്ടായ പ്രഹർഷം ചിദാനന്ദ ലാഭമാണെന്നുമാണ് ഇതിൻ്റെ രഹസ്യാർത്ഥം. ഇനി നാമം 79. ഭണ്ഡാസുരേന്ദ്ര നിർമുക്ത ശസ്ത്രപ്രത്യസ്ത്രവർഷിണി. ഓം ഭണ്ഡാസുരേന്ദ്ര നിർമുക്ത ശസ്ത്രപ്രത്യസ്ത്രവർഷിണ്യേ നമഃ. പദം പിരിക്കാം. ഭണ്ഡ അധികം അസുരേന്ദ്ര അധികം നിർമുക്ത അധികം ശസ്ത്ര അധികം പ്രത്യസ്ത്ര അധികം വർഷിണി. അർത്ഥം നോക്കാം. ഭണ്ഡ അധികം അസുരേന്ദ്ര എന്നു പറഞ്ഞാൽ ഭണ്ഡാസുരൻ എന്ന അസുര രാജാവിനാൽ, നിർമുക്ത എന്ന് പറഞ്ഞാൽ അയക്കപ്പെട്ട, ശസ്ത്ര എന്നാൽ ശസ്ത്രങ്ങൾക്ക്, പ്രത്യസ്ത്ര എന്നു പറഞ്ഞാൽ പ്രത്യസ്ത്രങ്ങൾക്ക്, അതായത് ഒരസ്ത്രത്തിനെ നിർവീര്യമാക്കാൻ പകരം അയക്കുന്ന അസ്ത്രം. വർഷിണി എന്ന് പറഞ്ഞാൽ വർഷിക്കുന്നവൾ. ഇനി നാമത്തിൻ്റെ അർത്ഥം പറയാം. ഭണ്ഡാസുരൻ എന്ന അസുര രാജാവിനാൽ അയക്കപ്പെട്ട ശസ്ത്രങ്ങൾക്ക് പ്രത്യസ്ത്രങ്ങളെ വർഷിക്കുന്നവൾ. ഇതാണ്. ഭണ്ഡാസുരനും ദേവിയുമായി നേരിട്ടുള്ള യുദ്ധത്തിൽ രണ്ടുപേരും ശസ്ത്രങ്ങളും അസ്ത്രങ്ങളും പ്രയോഗിക്കുന്നുണ്ട്. ഭണ്ഡാസുരൻ്റെ അസ്ത്രശസ്ത്രങ്ങളെ പ്രത്യസ്ത്രം കൊണ്ട് ദേവി നശിപ്പിക്കുന്നതിനെയാണ് ഈ നാമം സൂചിപ്പിക്കുന്നത്. ശസ്ത്രമെന്നാൽ മന്ത്രശക്തി ഇല്ലാതെ പ്രയോഗിക്കുന്നതും നശിപ്പിക്കപ്പെടാവുന്നതുമായ ആയുധമാണ്. എന്നാൽ അസ്ത്രം മന്ത്രശക്തിയോടുകൂടി പ്രയോഗിക്കുന്നതും അത് കഴിഞ്ഞാൽ ലക്ഷ്യം നേടിയതിന് ശേഷം മാത്രം നിൽക്കുന്ന ആയുധവുമാണ്. എല്ലാ ദിവ്യാസ്ത്രങ്ങൾക്കും പ്രത്യസ്ത്രങ്ങളും നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. ഭണ്ഡാസുരൻ ആത്മാവിനെ ബന്ധിക്കുന്ന കർമ്മങ്ങളും വാസനകളുമാണെന്നാണ് ഇതിൻ്റെ രഹസ്യാർത്ഥം. അജ്ഞാനത്തിൽ നിന്നുണ്ടാകുന്ന ദുരിതമയങ്ങളായ അസ്ത്രശസ്ത്രങ്ങളെ ദേവി ജ്ഞാനമയമായ പ്രത്യസ്ത്രങ്ങളയച്ച് നശിപ്പിച്ച് ആത്മാവിനെ മുക്തിയിലേക്ക് നയിക്കുന്നുവെന്നും ഈ നാമം വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നു. ഇനി 80-ാമത്തെ നാമം നോക്കാം. കരാങ്കുലി നഖോത്പന്ന നാരായണ ദശാകൃതി. ഓം കരാങ്കുലി നഖോത്പന്ന നാരായണ ദശാകൃത്യൈ നമഃ. ഇതിൻ്റെ പദം പിരിക്കാം. കര അധികം അങ്കുലി അധികം നഖ അധികം ഉത്പന്ന അധികം നാരായണ അധികം ദശ അധികം ആകൃതി. അർത്ഥം പറയാം. കര അധികം അങ്കുലി എന്നാൽ കൈവിരലുകളുടെ, നഖ അധികം ഉത്പന്ന എന്നു പറഞ്ഞാൽ നഖങ്ങളിൽ നിന്ന് ഉദ്ഭവിച്ച, നാരായണ എന്നാൽ വിഷ്ണു ഭഗവാൻ, ദശ അധികം ആകൃതി എന്നാൽ 10 രൂപങ്ങൾ അഥവാ 10 അവതാരങ്ങൾ. നാമത്തിൻ്റെ അർത്ഥം പറയാം. കൈവിരലുകളുടെ നഖങ്ങളിൽ നിന്നും ഉത്ഭവിച്ച മഹാവിഷ്ണുവിൻ്റെ 10 രൂപങ്ങളോട് കൂടിയവൾ, അതായത് മഹാവിഷ്ണുവിൻ്റെ മത്സ്യകൂർമ്മ വരാഹാദികളായ ദശാവതാര രൂപങ്ങളോട് കൂടിയവൾ. ദേവിയുടെ 10 വിരലുകളിൽ നിന്നാണ് അവതാരങ്ങൾ രൂപമെടുത്തത് എന്ന് നമുക്കിപ്പോൾ മനസ്സിലാകും. ലളിതാദേവിയും ഭണ്ഡാസുരനുമായുള്ള യുദ്ധത്തിൽ ഓരോ രൂപം സ്വീകരിച്ചാണ്
വിഷ്ണു ഭഗവാൻ ഓരോ കൃത്യം നടത്തിക്കൊണ്ടിരുന്നത്. അതിൻ്റെ അർത്ഥം ഏത് അവതാരം സ്വീകരിക്കുന്നതിനും പരാശക്തി കൂടെ വേണം. ഭണ്ഡാസുരൻ ശക്തന്മാരായ അസുരന്മാരെ സൃഷ്ടിച്ച് സർവവിദ്യാസ്വരൂപമായ വേദങ്ങളെ അപഹരിച്ചു. ദേവിയുടെ വലതു കൈയിലെ പെരുവിരലിൽ നിന്ന് മഹാമത്സ്യമൂർത്തിയായി നാരായണൻ അവതരിച്ച് വേദങ്ങളെ വീണ്ടെടുത്ത് അസുരന്മാരെ നശിപ്പിച്ചു. ഇതാണ് നമ്മുടെ മത്സ്യാവതാരം. ഇനി രണ്ടാമത്തെ അവതാരം നോക്കാം. ഭണ്ഡാസുരൻ അർണവാസ്ത്രം പ്രയോഗിച്ചു. ദേവിയുടെ ശക്തിസേനയെ ഉഗ്രമായ പ്രളയജലത്തിൽ മുക്കി. ദേവിയുടെ വലതു കൈയിലെ ചൂണ്ടുവിരലിൽ നിന്ന് 10,000 യോജന വിസ്താരമുള്ള ആമയുടെ രൂപത്തിൽ ശ്രീനാരായണൻ അവതരിച്ചു. ആ ആദ്യ കൂർമാവതാരം വെള്ളത്തിലകപ്പെട്ട ശക്തിസേനയെ തൻ്റെ പുറത്ത് കയറ്റിക്കൊണ്ടുവന്ന് രക്ഷിച്ചു. ഇനി മൂന്നാമത്തെ അവതാരം നോക്കാം. ഭണ്ഡാസുരൻ മഹത്തായ ഹിരണ്യാക്ഷാസ്ത്രത്തെ പ്രയോഗിച്ചു. അതിൽ നിന്ന് ഗദായുധരായ അനേകം ഹിരണ്യാക്ഷന്മാർ ഉണ്ടായി. ഹിരണ്യാക്ഷന്മാരാൽ ഹനിക്കപ്പെട്ട ദേവിയുടെ സൈന്യം ചിന്നിച്ചിതറി. ദേവിയുടെ വലതു കൈയിലെ നടുവിരലിൻ്റെ നഖത്തിൽ നിന്ന് ധവളവർണ്ണവും കൈലാസപർവ്വതത്തിന് തുല്യമായ ആദിവരാഹമൂർത്തി ആവിർഭവിച്ച് ഹിരണ്യാക്ഷന്മാരെ നശിപ്പിച്ചു. ഇനി നാലാമത്തെ അവതാരം ഏതാണെന്ന് നോക്കാം. ഭണ്ഡാസുരൻ അതിക്രുദ്ധനായി പുരികത്തെ വളച്ചു. അതിൽ നിന്ന് കോടിക്കണക്കിന് ഹിരണ്യകശിപുമാർ ഉണ്ടായി. അവർ ശക്തിസേനയെ മർദ്ദിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തു. ശക്തിദേവതമാരുടെ പരമാനന്ദമാകുന്ന പ്രഹ്ലാദം, അതായത് ആഹ്ലാദം, ബാലരൂപം പൂണ്ട് ഹിരണ്യകശിപുമാരിൽ നിന്നുള്ള പീഡനം സഹിക്കാനാവാതെ ദേവിയെ ശരണം പ്രാപിച്ചു. ബാലനെ രക്ഷിക്കാനായി ദേവി തൻ്റെ വലത്തെ തൃക്കൈയിലെ മോതിരവിരൽ കുടഞ്ഞു. അതിൽ നിന്ന് നരസിംഹരൂപിയായി ഭഗവാൻ നാരായണൻ ആവിർഭവിച്ചു. കാലരുദ്രസ്വരൂപനായി ഘോരാട്ടഹാസം മുഴക്കി എല്ലാ ഹിരണ്യകശിപുമാരെയും വജ്രകഠിനങ്ങളായ നഖപംക്തികൾ കൊണ്ട് പിളർന്നു. ഇനി അഞ്ചാമത്തെ അവതാരം. ഭണ്ഡാസുരൻ മഹാഘോരവും സർവദൈവതനാശനവുമായ ബലീന്ദ്രമെന്ന അസ്ത്രത്തെ പ്രയോഗിച്ചു. അതിൽ നിന്ന് അനേകായിരം മഹാബലിമാർ ഉണ്ടായി. ദേവിയുടെ വലത്തെ തൃക്കൈയുടെ ചെറുവിരലിൽ നിന്ന് വാമനമൂർത്തി ഉണ്ടായി. കയ്യിൽ പാശവുമായി അനുനിമിഷം വളർന്ന് ത്രിവിക്രമനായി. മഹാബലികളെ പാശം കൊണ്ട് കെട്ടി അസ്ത്രത്തെ നശിപ്പിച്ചു. മഹാബലികളെ ബന്ധിക്കാനായി 100 കണക്കിന് വാമനന്മാർ ഉണ്ടായി എന്നാണ് ലളിതോപാഖ്യാനത്തിൽ പറയുന്നത്. ഇനി ആറാമത്തെ അവതാരം. ഭണ്ഡാസുരൻ ശക്തമായ ഹൈഹയാസ്ത്രത്തെ പ്രയോഗിച്ചു. അതിൽ നിന്ന് സഹസ്രബാഹുക്കളായി അനേകം കോടി കാർത്തവീര്യാർജുനന്മാർ ഉണ്ടായി. ത്രിപുരാദേവിയുടെ ഇടത്തെ തൃക്കൈയിലെ പെരുവിരലിൻ്റെ നഖത്തിൽ നിന്ന് കത്തിജ്വലിക്കുന്ന കാന്തിയോടുകൂടി ക്രുദ്ധനായി സിംഹനാദം മുഴക്കിക്കൊണ്ട് പരശുരാമ സ്വരൂപത്തിൽ നാരായണൻ പ്രത്യക്ഷനായി. അദ്ദേഹം തൻ്റെ കയ്യിലുള്ള മഴുകൊണ്ട് കാർത്തവീര്യാർജുനന്മാരെയെല്ലാം സംഹരിച്ചു. ഇനി ഏഴാമത്തെ അവതാരം. ഭണ്ഡാസുരൻ കോപം കൊണ്ട് ജ്വലിച്ചു ഹുങ്കാരം ചെയ്തു. ആ ഹുങ്കാരത്തിൽ നിന്ന് ചന്ദ്രഹാസം കയ്യിലേന്തിയും 1000 രാക്ഷസന്മാരുടെ അക്ഷൗഹിണിപ്പടയാൽ ചുഴലപ്പെട്ടും 10 തലയുള്ളവനും 20 കൈകളുള്ളവനുമായ രാവണൻ ആവിർഭവിച്ചു. രാവണൻ അനുജനായ കുംഭകർണൻ, മകനായ മേഘനാഥൻ എന്നിവരോട് ചേർന്ന് ശക്തി സൈന്യത്തെ അത്യധികം മർദ്ദിച്ചു. അപ്പോൾ ത്രിപുരാദേവിയുടെ ഇടത്തെ കൈയിലെ ചൂണ്ടുവിരലിൻ്റെ നഖത്തിൽ നിന്ന് ജടാമകുടം ധരിച്ചവനും വൽക്കലമുടുത്തവനും പിന്നിൽ ആവനാഴി ബന്ധിച്ചവനും
നീരോൽപ്പല ദളം പോലെ ശ്യാമള കളേബരനുമായ ശ്രീരാമചന്ദ്രൻ കോദണ്ഡധാരിയായി ദിവ്യാസ്ത്രങ്ങളുമായി ലക്ഷ്മണസമേതനായി ഉണ്ടായി. ലക്ഷ്മണന്മാർ ദിവ്യാസ്ത്രങ്ങളാൽ ക്ഷണനേരം കൊണ്ട് രാക്ഷസസേനയെ മുഴുവൻ നശിപ്പിച്ചു. ഇനി 8ാമത്തെ അവതാരം. ഭണ്ഡാസുരൻ അതിഭയങ്കരമായ ദ്വിവിധാസ്ത്രം പ്രയോഗിച്ചു. ചെമ്പിച്ച കണ്ണുകളോടുകൂടി ഭീകരന്മാരായ അനവധി വാനരന്മാർ ഉണ്ടായി. അവർ ദേവിയുടെ ശക്തിസേനയെ ആക്രമിച്ചു. അപ്പോൾ ദേവിയുടെ ഇടത്തെ തൃക്കൈയിലെ നടുവിരലിൽ നിന്ന് ഹലായുധനായ, അതായത് കലപ്പ കയ്യിലേന്തിയ ബലരാമൻ ആവിർഭവിച്ചു. ദേവിയുടെ തൃക്കൈയിലെ നടുവിരലിൽ നിന്ന് ഹലായുധനായ കലപ്പയേന്തിയ ബലരാമൻ ആവിർഭവിച്ചു. നീലവസ്ത്രം, ശുഭവർണം, ക്രോധത്താലും മദ്യപാനത്താലും രക്തവർണമുള്ള കണ്ണുകളോടുകൂടിയവനുമായ കൂടി വന്ന് ഹനുമാനോട് തുല്യന്മാരായ ആ ദുഷ്ടവാനരന്മാരെയെല്ലാം നിഗ്രഹിച്ചു. ഒന്നുകൂടെ പറയാം. ദേവിയുടെ ഇടത്തെ തൃക്കൈയിലെ നടുവിരലിൽ നിന്ന് ഹലായുധനായ, അതായത് കലപ്പ കൈയിലേന്തിയ ബലരാമൻ ആവിർഭവിച്ചു. നീലവസ്ത്രം, ശുഭവർണം, ക്രോധത്താലും മദ്യപാനത്താലും രക്തവർണമുള്ള കണ്ണുകളോടുകൂടി വന്ന് ഹനുമാനോട് തുല്യന്മാരായ ആ ദുഷ്ടവാനരന്മാരെയെല്ലാം നിഗ്രഹിച്ചു. ഭണ്ഡാസുരൻ രാജാസുരമെന്ന മഹാസ്ത്രം പ്രയോഗിച്ചു. ആ അസ്ത്രത്തിൽ നിന്ന് അനേകം അസുര രാജാക്കന്മാർ ഉണ്ടായി. ശിശുപാലൻ, ദന്തവക്ത്രൻ, സാൽവൻ, കാശിപതി, പൗണ്ഡ്രകവാസുദേവൻ, ഹംസകൻ, ഡിംഭകൻ, ശംബരൻ, പ്രലംബൻ, ബാണാസുരൻ, കംസൻ, ചാണൂരൻ, മുഷ്ടികൻ, ഉൽപ്പലശേഖരൻ, അരിഷ്ടൻ, ധേനുകൻ, കേശി, കാളിയൻ, പൂതന, ശകടൻ, തൃണാവർത്തൻ തുടങ്ങി നിരവധി അസുരന്മാർ ആയുധങ്ങളുമായി സൈന്യസമേതരായി ശക്തിസേനയെ നേരിട്ടു. രാജാക്കന്മാരായി ജനിച്ച അസുരന്മാരും അവരുടെ സേനയിൽപ്പെട്ടവരുമാണ് രാജാസുരാസ്ത്രത്തിൽ നിന്നും ഉണ്ടായത്. ലളിതാദേവിയുടെ ഇടത്തെ തൃക്കൈയിലെ മോതിരവിരലിൻ്റെ നഖത്തിൽ നിന്ന് സനാതനനായ ശ്രീവാസുദേവൻ ആവിർഭവിച്ചു. അദ്ദേഹം വാസുദേവൻ, സംഘർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ എന്നീ 4 മൂർത്തികളായി പിരിഞ്ഞ് 4 വ്യൂഹങ്ങൾ ചമച്ച് അസുര രാജാക്കന്മാരെയെല്ലാം നശിപ്പിച്ചു. ഇനി 10ാമത്തെ അവതാരം. ഭണ്ഡാസുരൻ അത്യന്തം ക്രുദ്ധനായി ധർമ്മവിപ്ലവത്തെ ചെയ്യാൻ ശക്തിയുള്ള ഭയങ്കരമായ കല്യസ്ത്രത്തെ പ്രയോഗിച്ചു. കലി അധിദേവതയായ ആ അസ്ത്രത്തിൽ നിന്ന് നാനാദേശക്കാരും നാനാവർഗക്കാരുമായി ദുഷ്ടന്മാർ പെരുകി ധർമ്മത്തെ നശിപ്പിക്കുന്നതിനും കപടധർമ്മത്തെ സ്ഥാപിക്കുന്നതിനും ആരംഭിച്ചു. അവർ ശക്തിസേനയെ ആക്രമിച്ചു. അപ്പോൾ ലളിതാദേവിയുടെ ഇടത്തെ തൃക്കൈയുടെ ചെറുവിരലിൻ്റെ നഖത്തിൽ നിന്ന് കൽക്കി എന്ന പേരിൽ വിഷ്ണു ഭഗവാൻ ആവിർഭവിച്ചു. അദ്ദേഹം കുതിരപ്പുറത്ത് കയറി വാളുമുയർത്തി അട്ടഹസിച്ചുകൊണ്ട് സഞ്ചരിച്ചു. ആ അട്ടഹാസത്തിൻ്റെ ഇടിമുഴക്കം പോലെയുള്ള ധ്വനി കൊണ്ട് തന്നെ ദുഷ്ടന്മാരായ രാക്ഷസരെ മോഹാലസ്യപ്പെടുത്തി ഭയപ്പെടുത്തി നിർത്തി. ദേവി നാരായണാദികളായ ത്രിമൂർത്തികൾക്കും ഉത്ഭവസ്ഥാനമാണെന്നും അവരുടെ കർമ്മങ്ങളെല്ലാം പരാശക്തിയായ ലളിതാദേവിയുടെ ശക്തി കൊണ്ടാണെന്നും വ്യക്തമാകുന്നു. ദശാകൃതി എന്നു പറഞ്ഞാൽ ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി, തുരീയം, ബ്രഹ്മനിഷ്ഠ എന്നീ 5 അവസ്ഥകളും കൂടാതെ ഈശ്വരൻ്റെ 5 അവസ്ഥകളായ സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനം, ലോകോദ്ധാരണം അല്ലെങ്കിൽ അനുഗ്രഹം
എന്നീ അവസ്ഥകളും ചേർന്ന 10 എണ്ണമാണ്. ഈ ദശാകൃതികൾ ദേവിയുടെ കൈവിരലുകളുടെ നഖങ്ങളിൽ നിന്നുമാണ് ഉണ്ടായതെന്നും അർത്ഥമാകുന്നു. നാരായണ ദശാകൃതി എന്നു പറയുമ്പോൾ നാരായണ ശബ്ദം ജീവനെയും ഈശ്വരനെയും സൂചിപ്പിക്കുന്നു. ദശ എന്ന പദം അവസ്ഥയെയും കൃതി എന്ന പദം കൃത്യത്തെയും സൂചിപ്പിക്കുന്നുവെന്ന് വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നു. ലളിതോപാഖ്യാനത്തിലെ 26-ാം അധ്യായത്തിൽ 30 മുതൽ 76 വരെയുള്ള ശ്ലോകങ്ങളിൽ ഈ കഥാഭാഗം വിശദമായി വിവരിച്ചിട്ടുണ്ട്. ഇനി 82-ാമത്തെ നാമം മുതൽ ജൂൺ 7-ാം തീയതി, അതായത് നമ്മുടെ 10-ാമത്തെ ക്ലാസ്സിൽ പറയാം. എല്ലാവർക്കും നന്മകൾ നേരുന്നു. ഓം ശ്രീ മഹാദേവ്യൈ നമഃ.